ഈ അടുത്തിടയ്ക്കാണ് സിനിമാ നടൻ മോഹൻലാലിനെ പറ്റി പറഞ്ഞുവെന്ന് വീഡിയോയിൽ പരാമർശിച്ചു. ആ ഒരു സംഭവത്തെ പ്രതി ചെകുത്താൻ എന്ന യൂട്യൂബറെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായത്. അതൊരു കാര്യം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമൂഹത്തിൻ്റെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക്, ഇപ്പോൾ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾക്ക് AMMA എന്ന സംഘടനയെ പ്രതി മറുപടി പറയേണ്ടത് മോഹൻലാലായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യത്തെ പ്രതിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ പല ആളുകളും പലതരത്തിൽ, പല രീതിയിൽ, പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. എനിക്കുമുണ്ട് എൻ്റെ അഭിപ്രായം ഈ കാര്യത്തെ പ്രതി. കാരണം ഭാവിയിൽ സിനിമ ചെയ്യാനിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് എൻ്റെ ഭാവിക്ക് ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മോഹൻലാൽ എന്ന ആളിന് പ്രായമായി. നമ്മളും അദ്ദേഹവും ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവാം, ഇങ്ങനെ തന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾ മുന്നോട്ട് പോവും, 100 വർഷം 200 വർഷം, അതായത് ഈ പറയുന്ന ഞാനൊക്കെ മരിച്ചാൽ പോലും അദ്ദേഹം ഇവിടെ നടനായിട്ട് ഇതേ രീതിയിൽ തന്നെ കൂടുതൽ പ്രഭയോടെ തുടരും എന്നൊക്കെയല്ലേ മോഹൻലാലിൻ്റെ സിനിമ കാണുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, തോന്നാതെ തോന്നുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിനും അങ്ങനെ ഒരു തോന്നൽ ചിലപ്പോൾ ഉണ്ടായേക്കാം, എനിക്കറിയത്തില്ല അദ്ദേഹത്തിൻ്റെ കാര്യം. അപ്പോൾ അതൊരു നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. സിനിമയിൽ അഭിനയിക്കുന്ന, സിനിമ കാണുന്ന, സിനിമയെ നോക്കി കാണുമ്പോഴുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലായിടത്തും എല്ലാവർക്കും എല്ലാത്തിനെയും പ്രതിയും മിക്കപ്പോഴും ഉണ്ടാകാറുള്ളൊരു തെറ്റിദ്ധാരണയാണിത്. ഒന്നുമില്ല, അദ്ദേഹം കുറച്ച് കഴിയുമ്പോഴത്തേനും അച്ഛൻ റോളുകൾ ചെയ്യേണ്ടി വരും. അതിനുശേഷം അദ്ദേഹത്തിന് പ്രായമായി, അദ്ദേഹം മരിച്ചു പോകും, പുതിയ ആളുകൾ വരും, മറ്റൊരു വിധത്തിൽ ഇദ്ദേഹത്തേക്കാൾ തന്നെ പ്രശസ്തനാവുകയും പ്രശസ്തരാവുകയും ചെയ്യും എന്നുള്ളതാണ്. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ ഞാൻ തന്നെ മുന്നോട്ട് നടനാകാനിരിക്കുന്ന ആളാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അദ്ദേഹത്തിന് പ്രായമായി, അദ്ദേഹത്തിനിപ്പോൾ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളത് കൊണ്ട് അത് പ്രയോജനപ്പെടുത്തി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. പിന്നെ അദ്ദേഹം കഴിവില്ലാത്ത ആളാണെന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് സിനിമ റിലീസ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാത്തിരിക്കുക, അത് കാണുകയും ചെയ്യും. മിക്കവാറും പടം മോശമാകാനാണ് സാധ്യത എങ്കിൽ പോലും, എത്ര പടം മോശമായാലും വീണ്ടും മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളത് കാത്തിരുന്ന് കാണും. ആ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാനും. അപ്പോൾ ഇദ്ദേഹത്തിന് പ്രായമായി. ഇപ്പോൾ പ്രായമാകുമ്പോൾ അദ്ദേഹം നേടാനുള്ള എല്ലാം നേടി, അദ്ദേഹത്തിന് കിട്ടാവുന്ന പ്രശസ്തിയൊക്കെ കിട്ടി. അദ്ദേഹം വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നടനാണ്. ഇനി അദ്ദേഹത്തിന് ഒന്നുമില്ല, പ്രായമായി എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് ബാക്കി ശിഷ്ടകാലം ജീവിച്ച് തീർക്കുക. നമ്മളിപ്പോൾ ഈ സൈക്കിൾ ചവിട്ടുന്ന കാര്യം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറേ അങ്ങ് ചവിട്ടി കഴിയുമ്പോഴത്തേന് പിന്നെ ആ ചവിട്ടലിൻ്റെ, അത്രയും നേരം ചവിട്ടലിൻ്റെ ആ ഒരു ആക്കം കൊണ്ട് മുന്നോട്ട് സൈക്കിൾ വെറുതെ പോകത്തില്ലേ, അതുപോലെ ഉള്ളൊരു പീരീഡാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ. അതങ്ങനെ അങ്ങ് തീരുന്നോടം വരെ അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഇനി ചവിട്ടാനൊന്നും പറ്റില്ല. ആ വന്ന സ്പീഡിൻ്റെ ആ ഒരു ആക്കം നിൽക്കുന്നവരെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇനി പുതിയ വള്ളിക്കേസൊന്നും പിടിക്കാൻ അദ്ദേഹം നിൽക്കത്തില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ചെറുപ്രായമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാം. ഇത് ഇപ്പം അങ്ങനെയാണോ? ഇനിയിപ്പോൾ ഈ വള്ളിക്കേസല്ല ഇദ്ദേഹം തലയിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇനി അതിനെല്ലാം മറുപടി പറഞ്ഞ് പത്രക്കാരും സമൂഹം അദ്ദേഹത്തെ വീണ്ടും ഏറി വിട്ട് അദ്ദേഹത്തിന് നിലം തൊടാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം ഈ വക കേസുകെട്ടുകൾക്കൊന്നും നിൽക്കത്തില്ല. കാരണം അദ്ദേഹത്തിന് ഇത് തലവേദനയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ചെകുത്താൻ്റെ കേസിന് അദ്ദേഹം പരാതിയില്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരാതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ അദ്ദേഹം ഈ ചെകുത്താനെതിരെയായിട്ട് കോടതിയിൽ പ്രസൻ്റ് ആകേണ്ടി വരും. അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ബുദ്ധിമുട്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് കേസിന് പോയി കഴിഞ്ഞാൽ ഉണ്ടാകേണ്ടി വരും. അദ്ദേഹം ജയിക്കുമായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ചെകുത്താനെ തോൽപ്പിക്കാറ്, അതിലൊന്നും ഒരു സംശയമില്ല. ഒരു തവണ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് വിട്ടുമാറി അദ്ദേഹം കോടതിയിൽ ഹാജരാകേണ്ടി വരും. സാധാരണക്കാർക്ക് കോടതിയിൽ പോകുന്നതിന് പ്രശ്നമൊന്നും ഇല്ലായിരിക്കും.
ഇത്ര സൗകര്യത്തിൽ മുന്നോട്ട് ഇങ്ങനെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ഒരു ദിവസം ഈ പരിപാടിക്ക് വേണ്ടി മാറ്റിവെച്ച് വന്ന് ചെകുത്താനെതിരെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ബുദ്ധിമുട്ടല്ലേ? അദ്ദേഹത്തിന് നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേനും. എന്തിനാണ് വെറുതെ ഈ പുകിൽ? പറയുന്നവരെന്തെങ്കിലും പറയട്ടെ എന്ന് കരുതുമല്ലേ ഉള്ളൂ നമ്മളാണെങ്കിലും. അതുകൊണ്ടാണ് അദ്ദേഹം ആ കേസിൽ തനിക്ക് പരാതിയില്ലെന്ന് വിളിച്ച് പറയുന്നത്. അല്ലെ തന്നെ മറ്റു പല കേസുകളിലും അദ്ദേഹത്തെ കോടതി വിളിച്ചു കഴിയുമ്പോഴത്തേനും അദ്ദേഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം പ്രകടമാക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതാണ് ആ കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ. ഈ AMMA എന്ന സംഘടനയെ പ്രതിനിധീകരിച്ച് ഇദ്ദേഹത്തിന് മാധ്യമങ്ങളുടെയും സമൂഹത്തിൻ്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ളവരെ ഡിഫെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം അത് അദ്ദേഹത്തിൻ്റെയും കൂടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അപ്പം തൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യുകയും വേണം, സമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയുകയും വേണം. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയില്ല അത്. കാരണം സംഗതി ഗുരുതരമാണ്. അതുതന്നെയാണ് ജനവികാരം ഈ ആരോപിതർക്ക് എതിരെയാണ് താനും. അതിന് തന്നെയല്ല, ഇപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഇനി ഇറങ്ങുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും. കാരണം ജനവികാരം എതിരാണ്. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് മാറി നിൽക്കുന്ന ഇതേ ഉള്ളൂ. ഇനി അവസാന കച്ചിത്തുരുമ്പാണ് അവരുടെ. കാരണം സംഘടന പിരിച്ചു വിട്ട് അവിടെ അടിയും കോലാഹലമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ തന്നെ നിലനിൽപ്പിനെ അത് ബാധിക്കും. ഇവർ പിന്നെ ഈ ഫീൽഡ് ഔട്ടിന് അപ്പുറത്തോട്ട് പോകും. ഇപ്പം തന്നെ ഫീൽഡ് ഔട്ട് ആയതുകൊണ്ടാണ് ഇവർ ഈ സംഘടനയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അങ്ങ് നിൽക്കുന്നത്. എല്ലാവരെയും അടച്ചു പറയുകയല്ല കേട്ടോ, ഈ ഒരു വശമാണ് പറയുന്നത്. അപ്പോൾ സംഘടന പൊളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ തന്നെയല്ല, ഇതിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ മോഹൻലാലിന് ഇതൊക്കെ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. മോഹൻലാലിൻ്റെ സ്ഥാനത്ത് നമ്മൾക്കാണേലും അങ്ങനെ തന്നെയല്ലേ, നമ്മളാണേലും ഇങ്ങനെയല്ലേ ചെയ്യുള്ളൂ. തലവേദനയാണിത്. ചോദ്യങ്ങൾക്കൊക്കെ എന്ത് മറുപടി പറയും? കൂട്ടത്തിലുള്ള ആൾക്കാരെ സംരക്ഷിക്കുകയും വേണം, ഇല്ലെങ്കിൽ നിലനിൽപ്പിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങുകയേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് പ്രായമായി. ഇനിയിപ്പോൾ എന്തിനാണ് അദ്ദേഹം ഈ വള്ളിക്കെട്ടിലൊക്കെ പോയി ചാടുന്നത് എന്തിനാണ് എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുകയല്ലേ? ശരിയല്ലേ? പിന്നെ തൻ്റെ സഹപ്രവർത്തകർ, തൻ്റെ കൂടി നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് അവർ നിലനിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവരെ സംരക്ഷിക്കാൻ നോക്കും. അത് അദ്ദേഹത്തിന് പരസ്യമായിട്ടൊന്നും ഇനി സഹപ്രവർത്തകരുടെ സംരക്ഷണയ്ക്ക് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, പ്രശ്നമാവും. കാരണം ജനവികാരം എതിരായിട്ടുണ്ട്, തെളിവുകളും മറ്റ് ആരോപണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പ്രശ്നമാണ്. അപ്പോൾ പതുക്കെ പിൻവാങ്ങിയേ പറ്റത്തുള്ളൂ. സംഘടന ഇനിയും തിരിച്ചു വരും. കാരണം അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് സംഘടന തിരിച്ചു വരും. സംഘടന ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇത് മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തിന് കിട്ടാനുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൻ്റെ സമയമാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പോലും അത് നമ്മളുടെ എല്ലാം സ്നേഹം കൊണ്ട് അങ്ങനെ തോന്നാത്തതാണ്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ സായാഹ്ന സമയത്ത് കൂടുതൽ വള്ളി പിടിക്കാൻ അദ്ദേഹം തയ്യാറാവത്തില്ല. ഇത് അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ ആരാണെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ, അല്ലേ? ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും ഇദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നതിൽ നിന്ന് വെച്ച് അദ്ദേഹത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴത്തേനും ഇതൊക്കെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതാണ്, എന്താണ് കൂടുതൽ പറയാൻ. ഇത് ഓരോ ആളുകളും പ്രായമായി കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഇത് ഒരാളുടെ മാത്രം കാര്യമല്ല, പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.